ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ, പഴമൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ ഗൈസ്, പഴം വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പഴം എടുത്ത് ഒന്ന് വട്ടത്തിലരിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു കപ്പ് റവ ഇടുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് മൊത്തത്തിലിട്ടിട്ടുണ്ട് റവ. പിന്നെ അതിനകത്തോട്ട് വേണമെങ്കിൽ മാത്രം 2 സ്പൂൺ പഞ്ചസാര ഞങ്ങളെന്തായാലും ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളവും എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സാധനം കൂടി മിക്സിക്കകത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. തേങ്ങ, ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ജാഗിരി ബെല്ലം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഴം കൂടി ആവശ്യമുണ്ട്. ആ പഴം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നല്ല കുഞ്ഞായിട്ട് അരിയണം. നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 പഴം എടുക്കാം. നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ്. നമ്മളിപ്പം ഒരു പരീക്ഷണം പോലെ ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു ഹാഫ് പഴമാണ് എടുക്കുന്നത്. അപ്പം നമ്മളിതേ പഴമൊക്കെ നല്ലതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നട്ട്സും പഴവും കൂടി മിക്സ് ചെയ്യുക. അതിനകത്തോട്ട് നമ്മൾ തേങ്ങയും വെല്ലവും കൂടി ഒതുക്കിയത് ഇട്ട് കൊടുക്കുക. അപ്പം നട്ട്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഒരു കുഴിയുള്ള പാന് നമുക്ക് ഗ്യാസിൽ വെക്കാം. അതിനകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച മാവ് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തിക്കായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ബേസിക് ലെയറാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ ഫില്ലിങ്സ് എടുക്കുക. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഈവനിങ് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10 മിനിറ്റ് മതി. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള മാവ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഫില്ലിങ്സ് കാണാത്ത രീതിയിൽ നമുക്ക് ഒഴിച്ച് സെറ്റാക്കാവേ. ഇനി ഒരു ഡെക്കറേഷൻ മാതിരി ചെയ്തതാണ്. അതിൻ്റെ മണ്ടയിൽ നമുക്ക് കുറച്ച് ബാക്കിയുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഒരു സൈഡും 5 മിനിറ്റ് മറ്റേ സൈഡും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യേണ്ടതാണ്. ലോയിലും ഹൈയിലും ഇട്ട് ചെയ്യുക. 5 മിനിറ്റ് ലോയിലും 5 മിനിറ്റ് ഹൈയിലും. നമ്മൾ എടുത്തപ്പോൾ കുറച്ച് അടുക്കി പിടിച്ചു പോയി ഗൈസ്. ബാക്കിയെല്ലാം സൂപ്പറാണ്, ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ